ഞാനിന്നാളെ എന്നെ ആന പിടിക്കേണ്ടിയായിരുന്നു രാത്രി. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ ആനയുടെ ഇവിടെ വന്ന് നിന്നിരിക്കുന്നത്. ഞാൻ വേഗം പരക്കാത്ത കോഴി ആനതാ ഇപ്പോഴും ഷോട്ട് മിന്നാന്ന് വന്നു. ഇത് പൊടിച്ചിട്ട് വന്നതാ. കാട്ടാനെയും കുരങ്ങ് കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത തുണിയൊക്കെ അലക്കിയിടാൻ പോലും പറ്റില്ല കുരങ്ങിന്റെ ശല്യം കൊണ്ട്. കുരങ്ങ് തുണി എടുത്തോണ്ട് പോകും. തുണിയൊക്കെ വലിച്ച് വാരിയിട്ട് ചവിട്ടി കൂട്ടി പോയി നാശാക്കും. ഇതിപ്പോ 5ാമത്തെ വരവാ. ആണല്ലേ? എപ്പോഴും വരുമ്പോഴും ഈ മഴകാരനെ അറിയുന്നുമില്ല. ഒറ്റ വാഴയില്ല. എത്ര വാഴ ഉണ്ടെന്നറിയോ? ഒറ്റ വാഴയില്ല. എല്ലാരും ഓടിക്കുന്നുണ്ട്. വന്നെന്ന് അറിഞ്ഞ എല്ലാരും പടക്കമൊക്കെ പൊട്ടിച്ച്. അല്ല ഫോറസ്റ്റുകാരൊന്നും വരികയല്ല. അവരും പിന്നെ ആരും വിളിക്കാറൊന്നുമില്ല. സ്ഥിരം ഇത് തന്നെ ആയതുകൊണ്ട് ആരും വിളിക്കാറില്ല. പിന്നെ ഈ ഫെൻസിങ് ഇല്ല ഈ കാടിന്റെ അവിടെ ഇല്ലല്ലേ? ഇവിടം വരെ വന്ന് ഞാൻ എന്തോ ഒച്ച കേട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോ ആന വന്നത് ഇവിടെ നിൽക്കും. അതെന്നാ ഇന്നലെ രാത്രിയാ? മിഞ്ഞാന്ന് രാത്രി. ഇപ്പൊ ഈ രാത്രി വന്നോന്ന് അറിയത്തില്ല. എന്നാലും എല്ലാ രാത്രിയും വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് എല്ലാം പോകും. ആണല്ലേ? ഇതൊക്കെ ഇത് ചോട്ടി ഇതൊക്കെ നിരത്തി. അത് അവിടെ നിരത്തി അങ്ങ് ഇത് താഴെ വരെയും മൊത്തം നിരത്തി. നമസ്കാരം. ഞാനെന്നുള്ളത് വയനാട് ജില്ലയിലെ വേലിയമ്പം എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പ്രദേശത്ത് ഇവിടെ നിരവധി ആളുകളുടെ പറമ്പിലൊക്കെ ഇറങ്ങി കാട്ടാന കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിരൂക്ഷമാണ് ഈ ഒരു പ്രദേശത്തെ കാട്ടാനശല്യം എന്ന് പറയുന്നത്. നിരവധി തവണ നമ്മൾ വേലിയമ്പം പ്രദേശത്തൊക്കെ വന്നിട്ടുമുണ്ട്. ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തൊക്കെ വന്ന് നമ്മൾ പല സ്ഥലങ്ങളിലെയും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അടുത്ത് തന്നെ ഫോറസ്റ്റ് ഉള്ള ഒരു പ്രദേശമാണ്. നിരന്തരം കാട്ടാനശല്യമുള്ള പ്രദേശമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് വേലിയമ്പം എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ ഒരു സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. തികഞ്ഞ ജനവാസ മേഖല തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നേ ഉള്ളൂ. ഇവിടുന്ന് പുൽപ്പള്ളിക്ക് ഒരു 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഇഷ്ടംപോലെ പിള്ളേരൊക്കെ പഠിക്കുന്നൊരു സ്കൂളാണ്. ഈ ഒരു വീട്ടിൽ ആണ് കാട്ടാന ഇറങ്ങിയതും കാട്ടാന ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചത്. നമുക്ക് ഏതായാലും നമുക്കത് എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ നേരിട്ടൊന്ന് പോയി കാണാം കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? ഈ സ്ഥലം വേലിയമ്പം അല്ലേ? എന്നാണ് സംഭവം നടന്നത്? മൂന്നാമത്തെ രാത്രി. അതെ അല്ലേ? മിനിയാന്നല്ലേ സംഭവം? ഇവിടെ സ്ഥിരം കാട്ടാന ഇറങ്ങുന്ന കാട്ടാനയും കുരങ്ങ് കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത തുണിയൊക്കെ അലക്കിയിടാൻ പോലും പറ്റില്ല കുരങ്ങിന്റെ ശല്യം കൊണ്ട്. കുരങ്ങ് തുണി എടുത്തോണ്ട് പോകും. തുണിയൊക്കെ വലിച്ച് വാരിയിട്ട് ചവിട്ടി കൂട്ടി വയറ്റി പോയി നാശാക്കും. ഈ ഇല്ലി ഇങ്ങനെ ഇവിടെ ഉള്ളത് കൊണ്ട് ഭയങ്കര ശല്യം. ഈ തൊട്ടിപ്പുറ അല്ലേ ഈ കാണുന്നല്ലേ? ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടല്ലേ? അടുത്ത് ഫോറസ്റ്റ് ഉണ്ട്. ഞാനേ ദിവസവും വരും. ഇതിലെല്ലാം ആന വന്ന് അപ്പോൾ ഒരു രാത്രി വന്നിട്ട് തെങ്ങ് മറിച്ചിട്ടിട്ട് മുഴുവൻ തിന്ന് നാശാക്കി. എല്ലാ ദിവസവും വരുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും വരുന്നുണ്ട്. എനിക്ക് സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? നമ്മളിനി കഴിഞ്ഞ ദിവസം കാട്ടാന നശിപ്പിച്ച ആ ഒരു പ്രദേശമായിട്ടാണ് കാണാനായിട്ട് പോകുന്നത്. ഫോറസ്റ്റുകാരെ നിങ്ങൾ വിളിക്കുമോ? ഇത് അറിഞ്ഞായിരുന്നു? രാത്രി അറിഞ്ഞായിരുന്നോ? രാത്രി ശബ്ദം കേട്ടു. അപ്പൊ എന്നാന്ന് മനസ്സിലായില്ല. എഴുന്നേറ്റില്ല. പിന്നെ ഇതിന് മുന്നേ ഇങ്ങനെ പറമ്പി വന്നിട്ടുണ്ടല്ലേ? അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നല്ലേ? 1:30 സമയം. അവിടെ ആ തെങ്ങ് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മറിച്ച തെങ്ങ് മറിച്ചല്ലേ? വലിയൊരു തെങ്ങ് തന്നെ കേട്ടോ. ഞാൻ വാഴയെല്ലാം കളഞ്ഞു. ആ തെങ്ങയിലും പിടിച്ചായിരുന്നോ? അതിലും പിടിച്ചു. ആണല്ലേ? സമയം ഇത് വലിയ തെങ്ങായിരുന്നല്ലേ? വലിയ തെങ്ങായിരുന്നു. ഞാനവിടെ കാൽപ്പാട് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഈ വാഴയൊക്കെ പിടിച്ചാ? ആ വാഴയൊക്കെ തിന്നാ. ഇത് മാത്രമേ ഉള്ളോ? ഇതിപ്പോ എത്ര വർഷം പഴക്കമുള്ള തെങ്ങാത്? ഇത് 10-15 വർഷം പഴക്കണ്ടോ. ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചതാ. എന്റെ അടുത്തൊരു മേടിച്ചല്ലേ? അപ്പൊ അന്നൊക്കെ ഉള്ളതാ ഈ തെങ്ങ്. അതിനുശേഷം പിന്നെ ഈ പ്രദേശം എവിടെയൊക്കെ ഇറങ്ങിയായിരുന്നോ? ഇപ്പൊ ഈ രാത്രി വന്നോന്ന് അറിയത്തില്ല. എന്നാലും എല്ലാ രാത്രിയും വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് എല്ലാം പോകും. ആണല്ലേ? എന്നോട് ഇവിടെ ഇതിന്റെ അപ്പുറത്ത് തന്നെ വേറെ ആരെയൊക്കെ വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. താഴെ വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ വീട്ടില്
അവര് ആരുടെ വീടാ? അത് പിന്നെ ഒരു സാബു ഇല്ലായിരുന്നോ? അതെ, ഏത് ഭാഗത്താ? ഇതിലിങ്ങനെ പോണ്ടേ? പണ്ട് മരിച്ചുപോയൊരു സാബുവിനെ അറിയുമോ? അറിയില്ല. കുന്നപ്പള്ളി സാബുവിന്റെ വീടാണ് അത്. അവരെ വീട്ടില് കഴിഞ്ഞ മാസം വന്നിട്ട് 3-4 തെങ്ങ് കളഞ്ഞു. തെങ്ങ് കളഞ്ഞിട്ടല്ലേ? ഈ കഴിഞ്ഞ രാത്രി വന്ന ഇനി ഈ പ്രദേശത്ത് എവിടെയുള്ളേ? കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ വന്നത്? 2-3 ദിവസത്തിനുള്ളിൽ ഈ പ്രദേശത്ത് കൂടെ എല്ലാം വന്നിട്ടുണ്ടല്ലേ? അങ്ങനെ അതും കൂടെ ഒന്ന് കാണാൻ പോവാം. അപ്പൊ ഇത് ഫോറസ്റ്റുകാരെ അവര് വന്നായിരുന്നോ? ഇല്ല, വിളിച്ചില്ല. ആണല്ലേ? അതെന്താ വിളിക്കാത്ത? സ്ഥിരം എങ്ങനെ ആയതുകൊണ്ടായിരിക്കും അല്ലേ? സ്ഥിരം തന്നെ ആയതുകൊണ്ട് അവരെ അറിയിച്ചില്ല? ഇല്ല. കേട്ടോ, സ്ഥിരം ഇങ്ങനെ ആയതുകൊണ്ട് ഫോറസ്റ്റുകാരെ പോലും ഇവർ വിളിക്കുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഫോറസ്റ്റ് എത്ര ദൂരമുണ്ട്? ഇത് കൂടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണല്ലേ? ആ താഴെ ഇറക്കത്തിന്റെ 1/2 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ അല്ലേ? അങ്ങോട്ട് കഴിഞ്ഞപ്പോഴും ഫോറസ്റ്റാണ്. ഇവരാകുമ്പോ ഓടിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല? ഓടിക്കുന്നൊന്നുമില്ല? എല്ലാരും ഓടിക്കുന്നുണ്ട്. പക്ഷെ വന്നെന്ന് അറിഞ്ഞ എല്ലാരും പടക്കമൊക്കെ പൊട്ടിച്ച്. അല്ല, ഫോറസ്റ്റുകാരൊന്നും വരികയല്ല? അവരും പിന്നെ ആരും വിളിക്കാറൊന്നുമില്ല. സ്ഥിരം ഇത് തന്നെ ആയതുകൊണ്ട് ആരും വിളിക്കാറില്ല. പിന്നെ ഈ ഫെൻസിങ് ഇല്ല ഈ കാടിന്റെ അവിടെ? ഇല്ലല്ലേ? അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഫെൻസിങ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കാട്ടാനകൾ ഈ പ്രദേശത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. ഇതുവരെ പല പറമ്പിൽ ചെന്നാൽ ഇതേപോലത്തെ കാഴ്ചകളുണ്ട്. വീണ്ടും അവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പ്രദേശത്ത് ഇതേപോലെ തന്നെ വാഴകളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടുകാരുടെ വാഴയൊക്കെ ആന കളഞ്ഞിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ഈ വഴിക്കൂടെയൊക്കെ ആന ഉണ്ടാകും കേട്ടോ. ഇത് പുൽപ്പള്ളി റോഡാണ്, നടവയൽ പുൽപ്പള്ളി റോഡാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? ഉഷ. ഇത് കഴിഞ്ഞ ദിവസം എപ്പോഴാ സംഭവം നടന്നത്? ഇതിപ്പോ 5ാമത്തെ വരവാ. ആണല്ലേ? എപ്പോഴും വരുമ്പോഴും ഈ മഴക്കാരനെ അറിയുന്നുമില്ല. ഒറ്റ വാഴയില്ല. എത്ര വാഴ ഉണ്ടെന്നറിയോ? ആണല്ലേ? ഒറ്റ വാഴയില്ല. ഇതൊക്കെ റോട്ടിൽ കൂടെ തന്നെ വന്ന്? പിന്നെ റോട്ടിൽ കൂടെ അതിലെ വരും, ഇതിലെ വരും, എല്ലാം വരും. പല വഴി കൂടെ വരും? എല്ലാ വഴി കൂടെയും വരും. ഇതൊക്കെ ഇതൊക്കെ ഇതാ ചോട്ടി, ഇതൊക്കെ നിരത്തി, അതാ അവിടെ നിരത്തി അങ്ങ് ഇത് താഴെ വരെയും മൊത്തം നിരത്തി കളഞ്ഞേക്കുന്നല്ലേ? ഒരു രക്ഷയില്ല. അതാ തെങ്ങിന് ഒരു കൈ പിടിച്ചു. പക്ഷെ അത് അന്നേരം അപ്പൊ അറിഞ്ഞ കാരണം അത് ഒടിച്ചിട്ടില്ല. അന്ന് ഒരു കൈ മാത്രം പിടിച്ചു. അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഓ, കേറാ. ആന ചോട്ടിൽ കൂടെ പോകാണ്ടിരുന്നാ മതി. കംപ്ലീറ്റ് കളഞ്ഞല്ലേ? 5ാമത്തെ പറഞ്ഞ ഈ പ്രാവശ്യം 5ാമത്തെ പ്രാവശ്യം തുടക്ക ഇതിപ്പോ ഒരു 3 പ്രാവശ്യം അടുപ്പിച്ചു. ആദ്യം 2 പ്രാവശ്യം താഴേക്ക് വന്ന അവരെ ഞങ്ങളൊന്നും ചെയ്തില്ല. കംപ്ലീറ്റ് കളഞ്ഞു കേട്ടോ. നിങ്ങളെ വീടിന്റെ അടുത്ത് ഇപ്പൊ ഇത് ഇത്ര അടുത്ത് വന്നിട്ട് അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞില്ല. മഴയല്ലേ, ഈ മഴ കാരണം അറിയുന്നില്ല. പാർക്കില് പൊക്കത്ത് കിടക്കുമ്പോ മഴയും കാറ്റും കാരണം അറിയുന്നില്ല. ആണല്ലേ? ഇതൊക്കെ ചവിട്ടിയ പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നേരെ വെളുത്തപ്പോഴായിരിക്കുമല്ലോ അറിഞ്ഞേ? ഇല്ല, ഞാനിന്നാളെ എന്നെ ആന പിടിക്കണ്ടായിരുന്നു രാത്രി. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ ആനതാ ഇവിടെ വന്ന് നിന്നിരിക്കുന്നത്. ഞാൻ വേഗം പെരക്കാത്ത കോഴി ആനതാ ഇപ്പോഴും ഷോട്ട് മിന്നാന്ന് വന്നു. ഇത് പൊടിച്ചിട്ട് വന്നതാ. കേട്ടില്ലാന്ന് കാണിച്ചെന്നേ. എന്താ ഇവിടം വരെ വന്ന് ഞാൻ എന്തോ ഒച്ച കേട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ ആന വന്നത് ഇവിടെ നിൽക്കും. അതെന്നാ ഇന്നലെ രാത്രിയാ? മിഞ്ഞാന്ന് രാത്രി. ഇന്നലെ മിഞ്ഞാന്ന് രാത്രി. അന്നാണ് ഇതൊക്കെ വന്ന് ഇതും പൊളിച്ച് ഇതിലെ വന്ന് അതൊക്കെ പൊളിച്ചതാ. ഇതിലെ വന്നു. ഇതിലെ എന്നെ കണ്ടപ്പോ ഞാൻ ഇവിടെ വന്ന് എന്നെ കണ്ടപ്പോ ഇതിലെ പോയി. ഇത് എത്ര മണിക്കാ സംഭവം? ഒരു 11, ഒരു 3, 4, 4:30 ആകുമ്പോഴാ വരുന്നത്. ഇതിലങ്ങ് പോയി താഴേക്ക്. അവിടെ 2-3 വാള ഓടിച്ചു. ഭയങ്കര ശല്യം. ഞങ്ങക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. ചേച്ചി രാത്രി കണ്ടല്ലേ? നേരിട്ട് കണ്ടു. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പേരക്കാത്ത് വേഗം പേരക്കാത്ത് കയറി. ചെറുക്കനും പറഞ്ഞ് ലൈറ്റ് എടുത്ത് വരുമ്പോ എന്നെ കണ്ടപ്പോ ഇതിലെതിരുന്നു. ആണല്ലേ? അത് മിനിഞ്ഞാന്നല്ലേ? ഇന്നലെ മിനിഞ്ഞാന്ന് ഈ വാഴ പൊടിച്ച ദിവസം. ഞങ്ങക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു സാധനം ഇല്ല ഇപ്പൊ. എത്ര വാഴ ഞങ്ങള് കൊത്തി കൊടുത്തായിരുന്നു. ഇപ്പൊ ഒന്നുപോലും കിട്ടുന്നില്ല. ആവശ്യത്തിന് പോലും കൊല കിട്ടുന്നില്ല. കൊലയല്ല, ഒരു സാധനവും കിട്ടുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചക്ക ഉണ്ടാകും, ചക്ക പിന്നെ ഇല്ല. ഈ മാങ്ങ 2 നിർത്തുവന്ന് കുലുക്കി. ഇതും ഒറ്റ സാധനം കിട്ടുന്നില്ല. എന്ത് ചെയ്യും? എന്ത് പറയാൻ പറ്റൂ? അവരെ പറയാനും പറ്റില്ല, ഞങ്ങളെ പറയാനും പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയിലായിരിക്കുന്നു ഇപ്പൊ ഞങ്ങളിപ്പോ അങ്ങനത്തെ സ്ഥിതിയിലായി. ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. രാത്രിയാണെങ്കിൽ പുറത്തു പോകാനും പറ്റുന്നില്ല. ഇങ്ങനെ ആന കാണുമ്പോ ഫോറസ്റ്റുകാരെ വിളിക്കുവോ?
ഫോറസ്റ്റുകാർ ഞങ്ങൾ വിളിച്ചിട്ടില്ല. പിന്നെ വിളിക്കുന്നുണ്ട്, മറ്റേ അപ്പുറത്തുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ അമ്മയും 2 മക്കളും ഇല്ല, അപ്പൊ പിന്നെ അങ്ങനെ ഒക്കെ ഉള്ളു. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും തന്നെ ഇറങ്ങും. അന്നാമത് ഇപ്പൊ അവര് ഈ കമ്പിയൊക്കെ അയച്ചിട്ടേക്കുമല്ലേ. കമ്പിയൊന്നുമില്ല ഇല്ല, അത് അവര് പിന്നെ എന്താ പണിക്ക് വേണ്ടിട്ട് എന്റെ പുതിയ കാല് കുളിച്ചിടാൻ വേണ്ടിട്ട് മൊത്തം ഇറങ്ങി പോരും. ഒരു ഇതില്ലാതെ അത് പേടിയില്ലല്ലോ. കമ്പി ഉണ്ടായിരുന്നപ്പോഴോ? ഉണ്ടായിരുന്നപ്പോ അത്ര ഒന്നും ഇങ്ങനെ ശല്യമില്ല. ഇങ്ങോട്ടൊന്നും ഈ വാഴ ഒന്നും ഓടിക്കാൻ വരുന്നില്ല. ഇപ്പൊ എത്ര നാളായി ഇതിങ്ങനെ കമ്പി അയച്ചിട്ടിട്ട് ഇപ്പൊ ഒരു 2 മാസത്തോളം ഒരു മാവളം അങ്ങനെ ആയിട്ടുള്ള. അത് പണിക്ക് വേണ്ടിട്ടായിരിക്കാം, ചിലപ്പോ നന്നാക്കുമായിരിക്കും. പിന്നെ അവര് ഇവിടെ കാവിലുണ്ട് പോലും. അത് ആന ഒരു സ്ഥലത്ത് കൂടെ അല്ലല്ലോ വരുന്നത്, അവരെ 3-4 സ്ഥലത്ത് കൂടെ അല്ലേ വരുന്നത്. ഒന്നൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, ആന വരുന്നുണ്ട്. പറമ്പിലേക്ക് ഇപ്പൊ ഈ ഒരു 2-3 വർഷത്തോളായി ഇങ്ങനെ ശല്യം കൂടിട്ട്. 2-3 വർഷമായില്ലേ ഇങ്ങനെ ശല്യം കൂടിട്ട്. അവര് നോക്കുന്നുണ്ട്, പിന്നെ അവരെ പറഞ്ഞ കാര്യമില്ല, നമ്മള് 2 ഭാഗവും നോക്കണമല്ലോ. അങ്ങനെയാ ഒക്കെ ഉണ്ട്. അന്നാ അത് തന്നെയാ, കാപ്പിയും എല്ലാം ഒടിച്ച് കംപ്ലീറ്റ് കളയും. മിക്ക ആൾക്കാരും പറമ്പിൽ കയറുന്നുണ്ട്, എല്ലാ പറമ്പിലും കയറുന്നുണ്ട്, ഒരു പറമ്പിലും കയറാത്ത ഇല്ല. ഇപ്പൊ പ്ലാവൊക്കെ എല്ലാരും മുറിച്ചു കളയുക. ഇപ്പൊ ഈ പറമ്പിലത്തെ പോലെ അവരോട് ഇല്ല, അവരൊക്കെ മുറിച്ചു കളഞ്ഞ്. ഇതാണ് കേട്ടോ കർഷകരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ഒരു അവസ്ഥ. ഇപ്പൊ ഈ തൊഴിലുറപ്പ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് മനുഷ്യന്മാരെ ജീവിച്ചു പോണു, കഞ്ഞി കുടിച്ചു പോണെന്ന് പറയാം. ചേച്ചിക്ക് ഇവിടെ എത്ര പറമ്പുണ്ട്? ഞങ്ങൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്. ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ പണ്ടൊക്കെ ചെയ്തോണ്ടായിരുന്നു വാഴ കൃഷിയൊക്കെ. ഈ 1 ഏക്കറിനകത്ത് എന്തെങ്കിലും ചെയ്താൽ ഈ തൊഴിലുറപ്പിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. ഇപ്പൊ തൊഴിലുറപ്പിന് അങ്ങനെ ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞ് കിട്ടുന്നില്ല, എല്ലാം കേടായി പോകില്ല. ഇപ്പൊ തന്നെ കണ്ടോ, ഒരു ഇഞ്ചി ഒരു കറക്കി പോലും നമ്മ നട്ട് കഴിഞ്ഞാൽ ഇഞ്ചി കിട്ടുന്നില്ല. ചേന അതിന്റെ പറയാ പന്നി. ഒരു ചേന ഇല്ലാതെ 2-3 കാച്ചിൽ ഇവിടെ കുഴിച്ചിട്ട് ഇവിടെ ചേമ്പൊക്കെ കുഴിച്ചിട്ട് ഒന്നുമില്ല. സ്വരമുണ്ടോ ഓരോ പന്നി വരുന്നത്. പന്നി വലിയ പന്നികളാ വരുന്നത്, ഒറ്റ പന്നി. അങ്ങനെയാ. കൃഷിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിങ്ങനെ ഞങ്ങള് തുടങ്ങിയിട്ട് ഒരു 10, ചേട്ടനുള്ള ഒരു 15 വർഷമായി കാണും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങ് തറവാട്ടുണ്ടല്ലോ, ഞങ്ങൾ തറവാട്ടിലായിരുന്നു. പിന്നെ ചേട്ടന്റെ അച്ഛൻ മരിച്ചപ്പോ പിന്നെ ഇങ്ങനെ ഒരു സാധനം കിട്ടാണ്ടായപ്പോ ഞങ്ങൾ ഇവിടെ വന്നുകൂടി. അപ്പൊ ഒന്നും ഇത്ര ആനശല്യം ഇല്ല. ഇപ്പൊ ഒരു 3 വർഷമായി തുടങ്ങിയിട്ടില്ല. ഭയങ്കര ശല്യമാണ്, ഭയങ്കര ശല്യം. നമുക്ക് പുറത്തൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല, ധൈര്യം ഉറച്ച്. രാത്രി ഒച്ച കേട്ടാ അനങ്ങിയല്ല. ഇത് മെല്ലെ കൂടും. നമ്മൾ ഒച്ച എടുത്ത് കഴിയുമ്പോ പിന്നെ അത് നമ്മള് മെല്ലെ പോകുമ്പോ പിന്നെ അത് പോകും. നമ്മളെവിടെ നമ്മ ഒരു ആന പോയിന്ന് പോകില്ല, അത് എവിടെയും മെല്ലെ പതുങ്ങി നിൽക്കും. എന്താ ചെയ്യുന്നത്? ജീവിതം ഭയങ്കര ഈ തൊഴിലുറപ്പുള്ളതുകൊണ്ട് ജീവിച്ചു പോകണമെന്ന് പറയാം. അതും കൂടി ഇല്ലേ പറയാൻ പറ്റില്ല. ആന നേരിട്ട് വന്ന് ഞങ്ങൾ കഴിഞ്ഞ് മാറുമല്ലാതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴേലും വീടിന്റെ നേരെ ഇല്ല അങ്ങനെ ഒരു ശല്യം നമ്മൾ ശല്യമൊന്നുമില്ല. അതിന്റെ പിന്നെ ചക്കയും വാങ്ങിയുള്ളപ്പോ വന്ന് തിന്നു, അല്ലാണ്ട് നമ്മോട് ആക്രമമൊന്നുമില്ല. കാട്ടിൽ നിന്ന് വെച്ചാൽ നമ്മള് വിറകിനൊക്കെ പോകുമ്പോ ചിലപ്പോ കണ്ടാ ചിലപ്പോ ആക്രമിക്കാന്നും തോന്നാം, അല്ലാണ്ടൊന്നുമില്ല. കാട്ടിൽ പോകാറുണ്ടല്ലോ? ഞങ്ങളില്ല, പോണില്ല. ഞാൻ അന്നച്ചെല്ലി പേടിച്ചിട്ട് തന്നെ പോകാത്തത്. ആറും കാട്ടിൽ കയറല് കുറവാ. ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നതെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. നമ്മളിപ്പോൾ 2 വീട്ടിലെ അവസ്ഥ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെയാണ് നിരന്തരമായിട്ട് കാട്ടാന പ്രശ്നം, വന്യമൃഗ പ്രശ്നമുള്ള ഒരു പ്രദേശം തന്നെയാണ് വേലിയമ്പം എന്ന് പറയുന്നത്. ഇതിനു മുന്നേ നമ്മൾ പല എപ്പിസോഡുകളിലും കാട്ടാന റോഡിലൂടെ നടന്നു പോകുന്നു, അതുപോലെ തന്നെ CCTV ഫുട്ടേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നിരന്തരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പറമ്പുകളും വെറുതെ ഇട്ടിരിക്കുകയാണ്, ഒരു കൃഷി പോലും ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് വയനാട്ടിലെ മിക്ക വനത്തിനോട് ചേർന്ന പ്രദേശങ്ങളുള്ള ആളുകളുടെ ഒക്കെ ഒരവസ്ഥ കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്